അപ്പോൾ വിശ്വാസികളോട് വീണ്ടും പറയാനുള്ളത്, നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുക. നിങ്ങൾ വിമർശനങ്ങൾ കേൾക്കുമ്പോഴേക്ക് വയലൻ്റ് ആവാതെ ആ വിമർശനങ്ങളെ പഠിക്കുക, അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയെന്നുള്ളതിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ നോക്കുക എന്നതാണ്. അതല്ലാതെ ഒരു വിമർശനം വരുമ്പോഴേക്ക് അവിശ്വാസം ഒരാൾ പ്രഖ്യാപിക്കുമ്പോഴേക്ക് അയാളെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ദ്രോഹിക്കാനും നിൽക്കുന്നൊരു പ്രവണത, അത് ഒട്ടും ഗുണകരമല്ല എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും നിലനിൽപ്പിനെ വകവെച്ച് കൊടുക്കുക, അതിനെ ചോദ്യം ചെയ്യുന്നവരാകാതിരിക്കുക. അതുപോലെ തന്നെ ഒരു അവിശ്വാസിയായുള്ള ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാത്തിടത്തോളം അയാളെ നിങ്ങൾ ഒരു സാധാരണ പോലെ ട്രീറ്റ് ചെയ്താൽ മതി. ഇനി അതല്ല, വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അയാളിൽ നിന്നുണ്ടായാൽ നിങ്ങളുടെ വിശ്വാസപക്ഷത്തിൽ നിന്ന് ആശയപരമായി സംവദിക്കുക എന്നല്ലാതെ ഒരു ആശയം പറഞ്ഞതിൻ്റെ പേരിൽ ആയുധം എടുത്തുകൊണ്ട് അയാളെ ഇല്ലാതെയാക്കുന്ന ഒരു പ്രവണതയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടേതല്ലാത്ത ഓപ്പോസിറ്റ് നിൽക്കുന്ന ആശയക്കാർ നിങ്ങൾക്ക് നേരെയും ആ രീതിയിൽ ചെയ്യുന്നതിനെ നിങ്ങൾക്കൊരിക്കലും അനീതി എന്ന രീതിയിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ അർഹതയില്ല. ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു.